വുമൻസ് പ്രീമിയർ ലീഗിലും ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടു തുടങ്ങിയിരിക്കുന്നു. മുംബൈയിൽ നടന്ന മത്സരത്തിൽ 2 വിക്കറ്റിനാണ് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ തകർത്തത്. ആവേശ പോരാട്ടത്തിൽ അവസാന പന്തിലായിരുന്നു ഡൽഹിയുടെ വിജയം. ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യക്ക് അണ്ടർ-19 വേൾഡ് കപ്പ് സമ്മാനിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ നിക്കി പ്രസാദിന്റെ പ്രകടനമാണ് ഡൽഹിക്ക് വിജയം സമ്മാനിച്ചത്. മത്സരത്തിൽ ഗായത്രി വേണുഗോപാൽ എന്ന തേർഡ് അമ്പയറിന്റെ തീരുമാനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണപ്പെട്ടത്. സ്റ്റമ്പിൽ ലൈറ്റ് തെളിയുന്നത് കണക്കിലെടുക്കുന്നതിന് പകരം സ്റ്റമ്പിൽ നിന്നും ഇരുബെയിലും ഇളകുന്ന വെച്ചുകൊണ്ട് അമ്പയർ തീരുമാനങ്ങൾ എടുത്തപ്പോൾ മത്സരത്തിന്റെ റിസൾട്ടിൽ അത് നിർണായകമായി. മത്സരത്തിൽ ടോസ് കിട്ടിയ ഡൽഹി ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3-ാം പന്തിൽ സൂപ്പർ താരം ഹെയ്ലിയെയും 5-ാം ഓവറിൽ ഓപ്പണർ യാസികയെയും മുംബൈക്ക് നഷ്ടമായി. എന്നാൽ പിന്നീട് കൂടിച്ചേർന്ന ഹർമൻപ്രീത് ബ്രൂട്ട് സഖ്യം മികച്ച പ്രകടനം നടത്തി. 73 റൺസ് ഇരുവരും കൂട്ടിച്ചേർത്തപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് 22 പന്തിൽ 4 ബൗണ്ടറിയും 3 സിക്സും അടക്കം 42 റൺസ് സ്വന്തമാക്കി. ബ്രൂട്ട് 59 പന്തിൽ 13 ബൗണ്ടറി അടക്കം 80 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. എന്നാൽ പിന്നീട് വന്ന ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയൊരു കൂട്ടത്തകർച്ചയാണ് മുംബൈ പിന്നീട് നേരിട്ടത്. ഒടുവിൽ 20-ാം ഓവറിൽ ടീം 164-ന് ഓൾ ഔട്ടായി. ഡൽഹിക്ക് വേണ്ടി അന്നബെൽ 3 വിക്കറ്റ് സ്വന്തമാക്കി. മികച്ച തുടക്കമാണ് ഡൽഹിക്ക് ഓപ്പണേഴ്സ് സമ്മാനിച്ചത്. 18 പന്തിൽ 43 റൺസ് നേടിയ സഫാലി വർമ്മ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ 60-ന് 0 എന്ന നിലയിൽ നിന്നും 76-ന് 4 എന്ന നിലയിലോട്ട് ഡൽഹി കൂപ്പുകുത്തി. പിന്നീട് ക്രീസിലെത്തിയ തന്റെ ആദ്യ WPL മത്സരം കളിക്കുന്ന അണ്ടർ-19 ഇന്ത്യൻ ക്യാപ്റ്റൻ നിക്കിയാണ് ഡൽഹിക്ക് വിജയം സമ്മാനിച്ചത്. താരം 35 റൺസ് സ്വന്തമാക്കി. മലയാളി താരം സഞ്ജന ഇറങ്ങിയ അവസാന ഓവറിൽ 10 റൺസ് ഡൽഹിക്ക് വേണ്ടിയിരുന്നുവെങ്കിലും അവസാന പന്തിൽ ഡൽഹി വിജയം സ്വന്തമാക്കി. മുംബൈയുടെ മോശം ഫീൽഡിങ്ങും തോൽവിക്ക് കാരണമായി. നിക്കി പ്രസാദ് തന്നെയാണ് കളിയിലെ താരം. ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ജയൻസ് UP വാരിയേഴ്സിനെ നേരിടും.